കാർഷിക വാർത്തകൾ. അടുക്കളയെ പ്രതിസന്ധിയിലാക്കി വെളിച്ചെണ്ണ വില കുത്തനെ ഉയരുന്നു. ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 450 മുതൽ 470 രൂപ വരെയാണ് വില ഉയർന്നത്. ഇതിനു മുൻപ് 2018 വെളിച്ചെണ്ണയ്ക്ക് വലിയ രീതിയിൽ വില വർദ്ധിച്ചത്. സംസ്ഥാനത്ത് തേങ്ങ വില റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുകയാണ്. കിലോഗ്രാമിന് 90 രൂപയ്ക്കാണ് ചില്ലറ വിൽപ്പന. പച്ചത്തേങ്ങയ്ക്കൊപ്പം കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. വിപണിയിൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 450 രൂപയും കടന്നിരിക്കുകയാണ്. ദിവസവും 10-15 രൂപ വീതമാണ് വെളിച്ചെണ്ണയ്ക്ക് വില ഉയരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഓണമാകുമ്പോഴേക്കും നാളികേര വില 100 രൂപയിലെത്തിയാലും അതിശയിക്കാനില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. വെളിച്ചെണ്ണ വില അടുത്ത മാസത്തോടെ 500 രൂപയിലെത്താം. കിലോയ്ക്ക് 230 മുതൽ 240 വരെ ലഭിക്കുന്നുണ്ടെങ്കിലും കൊപ്രയും കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. കേരളത്തിൽ നാളികേര ഉൽപാദനം കുത്തനെ ഇടിഞ്ഞതാണ് വെളിച്ചെണ്ണ വില ഉയരാൻ കാരണമായത്. തമിഴ്നാട്ടിൽ നിന്നുള്ള തേങ്ങ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നു. കാങ്കയം, പൊള്ളാച്ചി, ഉദുമൽപേട്ട, തേനി, കന്യാകുമാരി എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലായി തേങ്ങ കൊണ്ടുവരുന്നത്. കേരളത്തിൽ തെങ്ങ് കൃഷി ഓരോ വർഷവും കുറയുകയാണ്. ചിരട്ടയ്ക്കും ചകിരിക്കും ആവശ്യക്കാർ വർദ്ധിച്ചതോടെ തേങ്ങ കിട്ടാക്കനിയായി മാറുന്ന സ്ഥിതിയാണ്. ചിരട്ട കിലോഗ്രാമിന് 25 രൂപ നൽകി ആവശ്യക്കാർ കൊണ്ടുപോകുന്നുണ്ട്. തമിഴ്നാട്ടിൽ ചിരട്ടയ്ക്കും ചകിരിക്കും ആവശ്യക്കാർ വർദ്ധിച്ചതാണ് കാരണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ റബ്ബർ ഉൽപാദനത്തിൽ വർധന. മുൻ സാമ്പത്തിക വർഷത്തിൽ 2% വർധനയാണ് രേഖപ്പെടുത്തിയത്. 2024-2025 സാമ്പത്തിക വർഷത്തിൽ റബ്ബർ ഉൽപാദനം 2.1% മാത്രമാണ്. എന്നാൽ ഇറക്കുമതിയിൽ വൻ കുതിച്ചാട്ടമാണ് ഉണ്ടായത്. സാധാരണ റബ്ബറിന്റെ ഇറക്കുമതിയിൽ 11.8%, കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതിയിൽ 44.5% വർദ്ധിച്ചത്. 2.45 ലക്ഷം ടണ്ണാണ് കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതി. രാജ്യത്ത് ഓരോ വർഷവും 7000 കോടി രൂപയുടെ റബ്ബർ ഇറക്കുമതിയാണ് നടക്കുന്നത്. ഉൽപാദനവും ഉപഭോഗവും തമ്മിലുള്ള വ്യത്യാസം 5.35 ലക്ഷം ടണ്ണിലേക്ക് എത്തുമ്പോൾ ഇറക്കുമതി ആശങ്ക ഉയർത്തുന്നതാണ്. ഈ വിടവ് നികത്താൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് റബ്ബർ കൃഷി വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ കർഷകരിൽ നിന്ന് ചരക്കെടുക്കാതെ ടയർ കമ്പനികൾ ഇറക്കുമതിയിലേക്ക് തിരിയുന്നത് കർഷകർക്ക് ദോഷകരമാണ്. ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 0 മുതൽ 5% വരെ മാത്രമേ ഇറക്കുമതി ചുങ്കമുള്ളൂ എന്നതിനാൽ അവിടെ നിന്ന് വൻതോതിൽ കോമ്പൗണ്ട് റബ്ബർ എത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏലം കർഷകർക്ക് തിരിച്ചടിയായി കാലാവസ്ഥാ വ്യതിയാനം. കഴിഞ്ഞ വർഷം ശക്തമായ വേനലാണ് പ്രതിസന്ധി സൃഷ്ടിച്ചതെങ്കിൽ ഇത്തവണ വിനയായത് മഴയാണ്. ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം കവർന്നെടുത്തത് ഇടുക്കിയിലെ കർഷകരുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. അതിതീവ്ര മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുകൂടി വീശിയതോടെ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷിയാണ് നശിച്ചത്. ഏലം കാർഷിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഇത്തവണ മികച്ച വിലയും വിളവും ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ വർഷം വേനലേൽപ്പിച്ച പ്രതിസന്ധിയെ തരണം ചെയ്യാനാകുമെന്നായിരുന്നു കർഷകരുടെ പ്രതീക്ഷ. എന്നാൽ ആ പ്രതീക്ഷയാണ് വിഫലമായിരിക്കുന്നത്. കൃഷി വകുപ്പിന്റെ കണക്കനുസരിച്ച് ഒരു മാസത്തിനിടെ 500 ഹെക്ടറിലേറെ ഏലം കൃഷിയാണ് കാറ്റിലും മഴയിലും മാത്രം നശിച്ചത്. കാറ്റിൽ ഏലച്ചെടികൾ ഒടിഞ്ഞു വീണതു കൂടാതെ മരങ്ങൾ വീണും ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലം നശിച്ചു. 3000-ഓളം കർഷകർക്കാണ് നഷ്ടം സംഭവിച്ചത്. 3 കോടിയോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ മെയ് വരെയുണ്ടായ വേനൽ ചൂടിൽ 4368 ഹെക്ടറിലെ ഏലം കൃഷി നശിച്ചതിൽ ആകെ 10.93 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് കൃഷി വകുപ്പിന്റെ കണക്ക്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇസ്രായേൽ-ഇറാൻ യുദ്ധം ഇന്ത്യയുടെ ബസ്മതി അരിയുടെ കയറ്റുമതിയെ ബാധിക്കുന്നു. യുദ്ധം തുടങ്ങിയതോടെ ഇറാനിലേക്കുള്ള കയറ്റുമതി തടസ്സപ്പെട്ടതോടെ ആഭ്യന്തര വിപണിയിൽ അരിവില 5 രൂപ വരെ കുറഞ്ഞു. ഇന്ത്യൻ ബസ്മതി അരിയുടെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നാണ് ഇറാൻ. മൊത്തം കയറ്റുമതിയുടെ 20% ഇറാനിലേക്കാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 10 ലക്ഷം ടൺ അരിയാണ് ഇറാനിലേക്ക് കയറ്റി അയച്ചത്. യുദ്ധം ആരംഭിച്ച ശേഷം ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഏകദേശം 1 ലക്ഷം ടൺ ബസ്മതി അരി കെട്ടിക്കിടക്കുന്നുണ്ട്. ഗുജറാത്തിലെ കാണ്ടല, മുദ്ര തുറമുഖങ്ങളിലാണ് അരി കൂടുതലായും കെട്ടിക്കിടക്കുന്നത്. യുദ്ധം മൂലം ഇറാനിലേക്ക് കപ്പലുകൾ ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇറാനിലേക്കുള്ള യാത്രയ്ക്കിടെ ആക്രമണമുണ്ടായാൽ ഇൻഷുറൻസ് ലഭിക്കില്ലെന്നാണ് കപ്പലുകൾ ലഭിക്കാത്തതിന് കാരണം. ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ ബസ്മതി അരിയുടെ കയറ്റുമതി പണം ലഭിക്കാൻ വലിയ കാലതാമസം നേരിടുന്നുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മൂലമാണിത്. കപ്പൽ പ്രതിസന്ധി മാറി കയറ്റുമതി പുനരാരംഭിച്ചാലും ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പണം ലഭിക്കാൻ കൂടുതൽ കാലതാമസം നേരിട്ടേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചിയിൽ റബ്ബർ വില 20,000 രൂപയായി ഉയർന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ പാചക എണ്ണ വിലകൾ പൊടുന്നനെ താഴ്ന്നു. ഏലക്ക വിളവിൽ കുറവ് വന്നേക്കാമെന്ന് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള വെടിനിർത്തൽ ധാരണ പുറത്തുവന്നതോടെ പാം ഓയിൽ വില കുറഞ്ഞു. തുടർച്ചയായ ദിവസങ്ങളിലെ കുതിപ്പിനൊടുവിലാണ് മലേഷ്യയിലും ഇന്തോനേഷ്യയിലും എണ്ണവില ഇടിഞ്ഞത്. പുതിയ സാഹചര്യത്തിൽ ഇതര എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളും നിരക്കിൽ ഭേദഗതികൾ വരുത്താം. യൂറോപ്യൻ മാർക്കറ്റിൽ സോയാബീൻ ഓയിൽ വിലയും തളർച്ചയിലാണ്. പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നാൽ ഇതര പാചക എണ്ണ വിലകളിലും തിരുത്തൽ സംഭവിക്കും. കൊച്ചി റബ്ബർ വിപണിയിൽ RSS A4 ഗ്രേഡ് റബ്ബർ വില ക്വിന്റലിന് 20,000 രൂപയായി ഉയർന്നു. ഏതാനും ദിവസങ്ങളിലായി വിപണി മുന്നേറാൻ ശ്രമം നടത്തിയെങ്കിലും വൻകിട ടയർ നിർമ്മാതാക്കളിൽ നിന്നുള്ള പിന്തുണ ലഭിക്കാഞ്ഞത് മുന്നേറ്റത്തെ തടഞ്ഞു.
5ാം ഗ്രേഡ് റബ്ബർ 100 രൂപ മികവിൽ 19,700 രൂപയിലും ലാറ്റക്സും ഒട്ടുപാലും 13,500 രൂപയിലും വിപണനം നടന്നു. മൂത്തുവിളഞ്ഞ ഏലക്ക വിളവെടുപ്പിലേക്ക് കർഷകരുടെ ശ്രദ്ധ തിരിഞ്ഞതിനിടയിൽ ഉൽപാദനത്തിൽ കുറവ് സംഭവിക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. കാലവർഷാരംഭത്തിലെ ശക്തമായ മഴ കൃഷിനാശത്തിന് ഇടയാക്കി. മൺസൂൺ തുടങ്ങി ആദ്യ 4 ആഴ്ചകളിൽ ഏലം മേഖലയിൽ ഏകദേശം 500 ഹെക്ടറിൽ കൃഷിനാശം സംഭവിച്ചു. ഏതാണ്ട് 3000-ഓളം കർഷകരുടെ കൃഷിയിടങ്ങളിൽ വിളനാശം കണക്കാക്കുന്നു. ശരാശരി ഇനങ്ങൾ കിലോ 2,587 രൂപയിലും മികച്ച ഇനങ്ങൾ 3,092 രൂപയിലും ലേലം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 200, RSS 5 197, ലാറ്റക്സ് 141, ജാതിക്ക 250, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 750, അടയ്ക്ക 260, കാപ്പിക്കുരു 210, കൊക്കോ പരിപ്പ് 250, കുരുമുളക് ഗാർബിൾ 67,800, കുരുമുളക് അൺഗാർബിൾ 65,800, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 36,500, കൊപ്ര 24,500, ചുക്ക് 22,500.